ഹായ് കൂട്ടുകാരെ, ഞാനൊരു അടീനിയത്തിൻ്റെ ചെറിയ സെയിൽ വീഡിയോ ഇട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എൻ്റെ സൗണ്ട് കുറച്ച് ക്ലിയർ അല്ല. ആദ്യം കേട്ടിട്ടുള്ളവർക്കറിയാം ക്ലിയർ അല്ല എൻ്റെ സൗണ്ട്. എങ്കിലും ഇത്തവണ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് സുഖമില്ലാതിരിക്കുന്നത് കൊണ്ട് കുറച്ച് കഫത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് സൗണ്ട് ക്ലിയർ അല്ല എങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എൻ്റെ കയ്യിൽ കുറച്ച് അടീനിയം തൈകൾ കൊടുക്കാനായിട്ടുണ്ട്. ഇത് 1 പെറ്റലാണ്, പക്ഷെ ബൾക്കായിട്ട് പൂക്കുന്നൊരു ചെടിയാണ്. ഇതാ കണ്ടില്ലേ, ഇത് 1 പെറ്റലല്ല കേട്ടോ. ഇത് റെഡിൻ്റെ ഒരു കളറും കയറി വരാത്തൊരു റെഡാണ്. ഇതൊരു യെല്ലോ ആണ്, ഡബിൾ പെറ്റലാണ്. യെല്ലോ മുട്ടൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഇതാ ഇത് അല്ലേ, ഇതിൻ്റെ ഒരു 2-3 പ്ലാന്റ് വലിയ സൈസും ഉണ്ട്, പ്ലാന്റ് സൈസും ഇതിൻ്റെ ഒരു 3-4 പ്ലാന്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെന്താ ഇവള് നേരത്തെ കാണിച്ച പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റാണിത്. ഇത് വേറൊരു ഷെയ്ഡാണ്, വിരിഞ്ഞിട്ടില്ല. വിരിഞ്ഞാൽ വിടർത്തി കഴിഞ്ഞ പൂവിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റില്ല. ഇതാ ഈ പൂക്കളുടെ ചെടികളുണ്ട് എൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട്. ഇതിന് വലിയ ചെടിയുണ്ട്, ചെറിയ ചെടിയുണ്ട്. വെയിൽ രാവിലെ തന്നെ ഞാൻ ഷൂട്ട് ചെയ്യണേ, അപ്പോൾ ഒരു വെയിലിൻ്റെ ഇതുണ്ട്. പൂക്കളെങ്ങനെ കാണാൻ പറ്റുന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇതിൻ്റെ വലിയ സൈസ് പ്ലാന്റാണിത് കണ്ടോ. ഇതിൻ്റെ ചെറുതും ഉണ്ട് കേട്ടോ, ഇത് വലിയതാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ച പൂവിൻ്റെ തന്നെ നല്ല ഭംഗിയുള്ള ഇതിൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നത് കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വീതി വെച്ച് വന്നു, ധാരാളം മുട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു വീഡിയോയിൽ, ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ വിരിഞ്ഞു കൊഴിഞ്ഞുതാ. ഇപ്പോൾ ഒരു മുട്ട് മാത്രമേ ഉള്ളൂ. ഞാനിതിവിടെ വെച്ചു, അതിനെ കട്ട് ചെയ്ത് കൊടുത്തു. കാണില്ലേ ശരിക്കും. ഇപ്പോൾ അത് 5 തണ്ടുള്ള ഒരു ചെടിയായി മാറി. താഴെയും ഉണ്ട് അതുപോലെ അതിൻ്റെ തന്നെ വേറൊരു തണ്ട്. ഇതാണ് സൈസ്, നല്ല ഭംഗിയുള്ള പൂവാണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് നമുക്ക് പൂവില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ച് തന്നേനെ. നല്ല പൂവാണ്, ഇതിൻ്റെ നല്ല ഭംഗിയുള്ള പൂവാണ്, റെഡ്. പിന്നെ ഞാനൊരു സംഭവം കാണിച്ചു തരാവേ. ഇതുണ്ടോ ഈ പൂ കണ്ടോ. ഇതൊരു 1 പെറ്റൽ പൂവാണ്, നല്ല ഭംഗിയുള്ള ധാരാളം പൂവുണ്ടാകുന്നതാണ്. ഇതിൻ്റെ എനിക്ക് കഴിഞ്ഞ വർഷം സീഡ് കിട്ടി. ഞാൻ 5 വർഷമായി ഇത് മണ്ണുത്തിയിൽ നിന്ന് വാങ്ങിച്ചിട്ട്. കഴിഞ്ഞ വർഷം എനിക്കിതിലൊരു ജോഡി സീഡ് കിട്ടി. അത് ഞാൻ പ്രത്യേകം മുളപ്പിച്ചെടുത്തിട്ട് എനിക്കിപ്പോൾ പൂ വിരിഞ്ഞതാണ് കാണുന്നത്. അതിൽ നിന്ന് വന്ന ഒരു പൂവാണത്. ഇതാണ് അതിൻ്റെ ഒറിജിനൽ പൂ കേട്ടോ. ചെടി വലിയതായ കാരണം പൊക്കിയെടുക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഇതിൻ്റെ വിത്ത് മുളച്ച് കിട്ടിയതാണിത്. പിന്നെ ഇതിൽ നിന്ന് വളരെ വ്യത്യാസപ്പെട്ടിട്ട് ഇതിൻ്റെ തന്നെ പൂവ്, വിത്തിൽ നിന്ന് മുളച്ച് കിട്ടിയ മറ്റൊരു പൂവ് ഉണ്ടോ. ഇത് രണ്ടും ഒരു ചട്ടിയിലാണ് ഞാൻ വെച്ചേക്കുന്നത് ഉണ്ടോ. രണ്ടും 2 പൂക്കൾ. വിത്ത് മുളച്ച് കിട്ടുന്നതിൻ്റെ വ്യത്യാസങ്ങൾ ഇതാണ്. ഇത് വിരിഞ്ഞപ്പോൾ ഈ പിങ്ക് കളർ ഇത്രയും ഉണ്ടായിരുന്നില്ല കേട്ടോ, കയറി വന്നതാണ്. സൈഡിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, നല്ല ഭംഗിയായിരുന്നു. ബോർഡറിൽ മാത്രം ഇങ്ങനെ ലൈറ്റ് പിങ്ക് നിന്നിട്ട് ഇപ്പോൾ ഇതാ ഈ ടൈപ്പിലേക്ക് ഈ പൂ മാറി, കണ്ടില്ലേ. ഇനിയും ഇതിൻ്റെ കുറച്ച് തൈകൾ ഈ പൂ വിരിയാനുണ്ട്. പൂ വിരിയുമ്പോൾ ഞാൻ കാട്ടിത്തരാം അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇവർ 2 പേരെയും കണ്ടാൽ പറയില്ലല്ലോ ഒരു വിത്തിൽ മുളച്ച് നിന്ന് കിട്ടിയതാണെന്ന്. ഇത്ര ചെടികളൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോൾ തീർന്നു തുടങ്ങി, എങ്കിലും കുറച്ച് ചെടികളുണ്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം, ഞാൻ അയച്ചു തരുന്നതായിരിക്കും. വിലയും കാര്യങ്ങളെല്ലാം ഞാൻ മെസ്സേജ് കൂടി പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് തൈകളുണ്ട്. ഇതൊരു വർഷം പ്രായമായ തൈകളാണ്.
ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പൂത്ത് തുടങ്ങിയതാണ് കേട്ടോ. ചിലയിലൊക്കെ പൂവുണ്ട്. അപ്പോൾ ഇതൊക്കെ സാധാ പെറ്റൽസേ കിട്ടുള്ളൂ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ചെടികൾ നോക്കാം. പിന്നെ ഈ പൂവിൻ്റെ ചെടികളുണ്ട് കുറച്ച് കൊടുക്കാനായിട്ട്. ഇത് വലിയ പ്ലാന്റാണ്. ഞാൻ അപ്പുറത്തൊരു മൊട്ട് കാണിച്ചിരുന്നു. അതിൻ്റെ പൂവ് ഇതാണ്. മദർ പ്ലാന്റാണത്. കുറച്ചേ ഉള്ളൂ കേട്ടോ എൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാം. ഞാൻ കാട്ടിത്തന്ന ആ ചെടി 2 ഡിഫറെൻറ്റ് പൂക്കൾ വിരിഞ്ഞില്ലേ, ആ ചെടി ഇതാണ്. എന്നോ ഇതിൻ്റെ സീഡാണ്. കഴിഞ്ഞ വർഷം ഞാൻ കിട്ടിയിട്ട് മുകളിൽ ഇപ്പോഴും ഉണ്ട്. ഇതിൽ ഒരു ജോഡി സീഡ്. ഇങ്ങനെ കിട്ടുന്നതൊക്കെ ഞാൻ പ്രത്യേകം മാറ്റി വെച്ചാണ് മുളപ്പിക്കുക. ഇതിൻ്റെ തൈ കൊണ്ട് കൊടുക്കാനായിട്ട്. ഇത് വേണമെങ്കിലും കൊടുക്കും കേട്ടോ. മദർ പ്ലാന്റ് ആയാലും കൊടുക്കാൻ തയ്യാറാണ്. കാരണം അധികമാകുമ്പോൾ നോക്കാനൊരു ബുദ്ധിമുട്ടാണ്. ഇതായിരുന്നു ഞാൻ ആദ്യം മുട്ട് കാണിച്ചു തന്ന ചെടിയുടെ പൂവ്. കണ്ടില്ലേ? ഇത് 2 ചെടികളാണ് കേട്ടോ. 2 ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. 2 ഒപ്പം വിരിഞ്ഞ് കിട്ടാറില്ല പലപ്പോഴും. വല്ലപ്പോഴും മാത്രമേ അങ്ങനെ കിട്ടുള്ളൂ. ഇത് റെഡാണ്. റെഡിനകത്തൊരു വൈറ്റ് കയറി വരുന്ന ഡബിൾ പെറ്റലാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പറയുക, വിളിക്കാം നമ്പറിൽ, അല്ലെങ്കിൽ വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം. ഓക്കെ, ബൈ.